നമസ്കാരം. കേരള സ്റ്റോറി കേസ് എഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുമ്പോട്ട് പോകുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. രണ്ടാം കേരള സ്റ്റോറിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒന്നാം കേരള സ്റ്റോറിയിൽ ലവ് ജിഹാദായിരുന്നു. ഒരു 3 കേസിന് 33,000 കേസെന്നൊക്കെ പറഞ്ഞവർ വലിപ്പിച്ച് വലുതായിട്ട് 3 കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഒരു 33,000 കേസ് അവർ ആക്കി കേരളത്തെ ആകെ നാശകോശയാക്കി. ഇപ്പോൾ അവർ പറയുന്നത് കേരളമല്ല, ഗോസ് ബിയോണ്ട്, ഇതിൻ്റെ അപ്പുറം പോയിട്ട് കേരള സ്റ്റോറീസ് 2, ഇനിയിപ്പോൾ 3ഉം 4ഉം ഒക്കെ വരും. കാരണം ഇതൊരു മസാല വിഷയമാണ്, അതുകൊണ്ട് നല്ല ഹോട്ട് വിഷയമായിട്ട് വീണ്ടും വീണ്ടും വരും. ഇപ്പോൾ അവർ പറയുന്നത് മധ്യപ്രദേശിലോ മറ്റോ ഉണ്ടായിട്ടുള്ള, വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൊരു വിഷയമാണ്. പാവപ്പെട്ട ഹിന്ദു സ്ത്രീകളെ, വെജിറ്റേറിയനായിട്ടുള്ള ഹിന്ദു പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോയി ബീഫെല്ലാം കുത്തി നിറച്ച് വാക്കകത്ത് കുത്തിവെച്ച് വളരെ മോശമായി ആ പെൺകുട്ടികളുടെ അസ്തിത്വത്തെ തന്നെ, ജാതിയാവട്ടെ, മതമാവട്ടെ, വർഗമാവട്ടെ, ഗോത്രമാവട്ടെ, എല്ലാ അസ്തിത്വത്തെയും പിടിച്ചുലയ്ക്കുന്ന സ്ത്രീ വ്യാപാരത്തിൻ്റെ പുതിയ കഥ പറയുന്നതാണ് കേരള സ്റ്റോറി സെക്കൻഡ്. അപ്പോൾ അതിനെതിരെയും വലിയ ആക്ഷേപം വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം, ഇതൊന്നും ഗ്ലോറിഫൈ ചെയ്യരുത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു സിനിമ വന്നു, ഉടനെ SFI ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് നടത്തുന്നു, മുഖ്യമന്ത്രി പ്രതികരിക്കുന്നു, പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നു, രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നു, മുരളി, അങ്ങനെ ആവശ്യമില്ല. ഇത് ഇഗ്നോർ ചെയ്യുക. എത്രയോ സിനിമകൾ വരുന്നു. സിനിമകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ A സർട്ടിഫിക്കറ്റ്, U സർട്ടിഫിക്കറ്റ്, AU സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവിടെ പിന്നെ സെൻസർ ബോർഡുണ്ട്. അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കട്ടെ. ഈ തിയേറ്ററിൽ വന്ന് ആരും അറിയാതെ പോകുമായിരുന്നു ഈ സിനിമയെ എല്ലാവരും അറിയിക്കുന്ന സിനിമയാക്കി വലിയ പബ്ലിസിറ്റി കൊടുത്ത്, ഇത് ചെയ്ത സംവിധായകൻ്റെ ഇൻ്റർവ്യൂ, പബ്ലിസിറ്റി എല്ലാം കൊടുത്ത് 5 പൈസ ചിലവില്ലാതെ PR വർക്ക് ചെയ്തെടുക്കാൻ ഈ കേരള സ്റ്റോറി സെക്കൻഡിൻ്റെ ആളുകൾക്ക് കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ സമൂഹം അങ്ങനെയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക. മോബ് സൈക്കോളജി അതാണ്. ക്രൗഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇതൊന്നും കേട്ടില്ല, കണ്ടില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇത് ഗ്ലോറിഫൈ ചെയ്ത് ഇതിനെ എങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാം എന്നാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാർ നോക്കുന്നത്. അവിടെയാണ് MSFൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. എല്ലാവരും ഹിന്ദുക്കളെല്ലാം RSSകാരുമല്ല, ബീഫ് കഴിക്കുന്നവരുമല്ല, ബീഫ് കഴിക്കുന്നവരും കളിക്കാത്തവരൊക്കെ ഉണ്ട്. അതിൽ സകല ഹിന്ദുക്കളെയും തെറി പറയുന്ന രീതിയിൽ SFI മുന്നോട്ട് വന്ന് ശരിയായില്ല, സംഘർഷങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ എന്തായാലും SFI സംബന്ധിച്ചിടത്തോളം അവർ ബീഫ് എന്ന് കേട്ടാൽ ഉടനെ തന്നെ ബീഫ് ഫെസ്റ്റ്, ബെറോട്ട ഫെസ്റ്റ്, കാരണം ചാപ്പാടടിക്കാമല്ലോ, അതേ ഉള്ളൂ അവരുടെ ഒരു അജണ്ട. വേറെ അജണ്ടയൊന്നുമില്ല. എന്തായാലും ബീഫ് വളരെ വലിയൊരു വിഷയമായി ഇപ്പോൾ നിൽക്കുന്നു. ബീഫ് വിഷയമായത് കേരള സ്റ്റോറി സെക്കൻഡിൽ ബീഫാണ് പ്രധാന കഥാപാത്രം. ജീവനുള്ള ആളുകളല്ല, പ്രധാന കഥാപാത്രമായി ഉയർന്നു നിൽക്കുന്നത് ബീഫാണ്. ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിമാക്കുന്നു. അവർക്ക് ഭക്ഷണം തന്നെ അവരുടെ ഇഷ്ടപ്പെട്ട കുഴിമന്തിയും ബീഫും ഒക്കെ കൊടുത്ത് ഛർദ്ദിപ്പിക്കുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ ബോഡിക്ക് ചേരാത്ത ഫുഡ് സ്ത്രീകൾക്ക് കൊടുക്കുന്ന, പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന പുതിയ കഥയാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം. സിനിമ വന്നു, വലിയ ട്രെയിലർ വന്നിട്ടേ ഉള്ളൂ, ഇറങ്ങിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ വിവാദം കൊടുമ്പിരി കൊണ്ടു. അതുകൊണ്ടുള്ള ഗുണം സംവിധായകനും നിർമ്മാതാവിനും വലിയ തുക കിട്ടും. എല്ലാവരും പോയി ഈ വിവാദ സിനിമ കാണാൻ ശ്രമിക്കും. പക്ഷേ അപ്പോഴും എന്തിനാണ് ഈ വിവാദമുണ്ടാക്കിയതെന്നും, ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിലൂടെ അല്ലേ വിഷയങ്ങൾ സമൂഹം പതിനായിരക്കണക്കിന് സിനിമകൾ വെറ്റ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ സെൻസർ ചെയ്യുന്നതിൽ ഒരു സിനിമയായി മാത്രം നിൽക്കേണ്ടുന്ന കേരള സ്റ്റോറി ഇന്ന് മെയിൻ സ്ട്രീമിൽ വന്ന് വലിയ ബിംബമായി നിൽക്കുന്നുവെങ്കിൽ ആരാണിതിനെ ബിംബമാക്കിയത്? ആ ഒരു ചിത്രം പോലുമില്ല, ഈ ആളുകളുടെ ഇതുപോലുമില്ല. ട്രെയിലർ വന്നിട്ടേ ഉള്ളൂ, സിനിമ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ തന്നെ ഇത്രയും വിവാദമാക്കുന്നത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഗ്ലോറിഫൈ ചെയ്യാതിരിക്കുക. ജസ്റ്റ് ഇഗ്നോർ ആൻഡ് അവോയ്ഡ് ഇറ്റ്.